വാട്സപ്പ് നോക്കണം, ഫേസ്ബുക്ക് നോക്കണം, ഇൻസ്റ്റഗ്രാം നോക്കണം. ഒരുപാട് പണിയുണ്ട് വീട്ടില്. ഏത് പഴയ പോലത്തെ പണികളല്ല. അടിച്ചേരല്, തുടക്കല്, എന്താ പറയാ, ഒരലിട്ടത്, അരക്കലൊന്നും ഇപ്പൊ പണിയില്ലല്ലോ. ആകെ പണി ഫേസ്ബുക്കിലെ ചെറിയ മേസ്തിരി പണികളാ. ഒക്കെ നോക്കണം. കുടുംബത്തിലെ ചാറ്റിങ്, അങ്ങോട്ട് ഇത് ഇങ്ങോട്ട് ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കല്. അപ്പൊ വേർപ്പില്ല. ചുരുക്കി പറയാം, നിങ്ങൾ തക്കാളി കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, പൈപ്പിന്റെ ചോട്ടിൽ ഇങ്ങനെ ഒന്ന് പിടിക്കും, എന്നിട്ടാ മുറിച്ച് അങ്ങനെ ഇട്ടു അല്ലെ. അരമണിക്കൂർ ചുടുവെള്ളത്തിലിട്ട് കൃത്യമായി കഴുകാതെ പച്ചക്കറികൾ ഇന്നു മുതൽ നിങ്ങൾ ഉപയോഗിക്കരുത്. ഈ ക്യാമ്പിൽ നമ്മളെ തീരുമാന റെഡി ഉണ്ട്. നിങ്ങൾ എല്ലാ പച്ചക്കറി, കടലവർഗ്ഗങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ. നല്ല അരിയിൽ പോലും കൃത്രിമം നടക്കുന്ന പുതിയ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. രോഗം അടുക്കളയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി ഏതു തരം പച്ചക്കറികൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി കഴുകിയല്ലാതെ, അതും അരമണിക്കൂർ ചുടുവെള്ളത്തിലിട്ട് കഴുകിയല്ലാതെ നമ്മൾ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വെച്ചാൽ, നിങ്ങളിപ്പോ നല്ല സുന്ദരമായിട്ട് പൗഡറൊക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പൊട്ടിട്ടോലുണ്ട്, പൊട്ടിടാത്തോലുണ്ട്, പറന്നിട്ടോലുണ്ട്. മനോഹരമായ ഒരു സദസ്സാണ്, സന്തോഷം നിറഞ്ഞ ഒരു സദസ്സാണ്. നിങ്ങൾ ഈ ചിരിയും കളിയൊക്കെ നടക്കുന്നത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു അവയവമാണ് കിഡ്നി. 2 കിഡ്നി ഉണ്ട് നമുക്ക്, 2 കിഡ്നി. ഒരു കിഡ്നിയിൽ 21 ലക്ഷം അരിപ്പകളും മറ്റേ കിഡ്നിയിൽ 21 ലക്ഷം അരിപ്പകൾ. മൊത്തം 22 ലക്ഷം അരിപ്പകൾ ഉണ്ട്. 11. ഒരു മനുഷ്യ ശരീരത്തിലെ കിഡ്നിയുടെ അരിപ്പകൾ നീർത്തിവെച്ചാൽ 100 കിലോമീറ്റർ ദൂരത്തിൽ എത്തുമാറാ വലിയ സംവിധാനമാണ് ദൈവം ഇതിൽ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ഞാൻ ചോദിക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. എന്നാൽ ഈ ഓട്ടപ്പാച്ചിലൊക്കെ നടക്കുന്നത്, ഈ മനുഷ്യന്റെ മുഴുവൻ സംവിധാനങ്ങളും നിയന്ത്രിക്കുന്നത് ആ കിഡ്നി കേന്ദ്രീകരിച്ച. എന്നാൽ ആ കിഡ്നി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് തെറ്റാതെ പറയാൻ പറ്റുള്ളൂ എന്ന് കൈവെക്കോ ഈ സദസ്സിന്ന്? ആ കിഡ്നി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് തെറ്റാതെ പറയാൻ പറ്റുന്നേ 2 ആളുള്ളൂ, 3 ആൾ അല്ലേ? പക്ഷെ നമുക്ക് എന്താണ്, ഇത് കേൾക്കാനുള്ള സമയം നമുക്ക് ഇല്ല, തിരക്കണം. നമുക്ക് റിസൾട്ട് കിട്ടിയാൽ വേഗം പോവണം എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് റിസൾട്ട് അല്ല നമ്മൾ ഇന്നത്തെ റിസൾട്ട്. നമ്മൾ ഈ രോഗം വരാതിരിക്കാനുള്ള പണിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളെ നട്ടെല്ലിന്റെ പിറകുവശത്ത് ഏറ്റവും സുരക്ഷിതമായി ദൈവം നമുക്ക് സംവിധാനിച്ച് തന്നതാണ് ഈ കിഡ്നി. അത് കേട് വന്ന ഈ കട്ടില, വേറെ ഒരു മാർഗമില്ല. ഈ കട്ടിൽ ഇങ്ങനെ കടന്നിട്ട് വലത് കൈ ഡയാലിസിസിന്റെ പക്കരകൾക്ക് വേണ്ടി നീട്ടിക്കൊടുത്തിട്ട് ആകാശത്തേക്ക് കണ്ണു നട്ട് ദൈവങ്ങളോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള രീതിയിൽ നാടിനെയും വീട്ടുകാരെയും കൂടപ്പിറപ്പിനെയും ഒക്കെ കഷ്ടപ്പെടുത്തി ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങൾ. ഈ കട്ടിലിൽ നമ്മളെ മക്കളും നമ്മളും നമ്മളെ നാട്ടിലുള്ളവരും ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമേറിയ ചർച്ച. ഞാൻ പറഞ്ഞു വരുന്നത്, ആ കിഡ്നിക്കടക്കമുള്ള മനുഷ്യ ശരീരത്തിന് ഒരു ദിവസം 2.5 ലിറ്റർ വെള്ളം വേണം. 2.5 ലിറ്റർ, 12 ഗ്ലാസ് വെള്ളം. അങ്ങനെ കൃത്യമായി 12 ഗ്ലാസ് വെള്ളം, 2.5 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, കളവ് പറയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈ വെക്കോ. 4-5-6 ആൾക്കാർ അല്ലെ? 6 ആൾക്കാരുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരുണ്ടല്ലോ, ബാക്കി 90 ചില്ലാൻ ആളുകള് കൈ പൊക്കാത്ത ആ ആളുകളോട് പറയാൻ, നിങ്ങളെ നാട്ടിൽ ഏതെങ്കിലും ഒരു കിഡ്നി രോഗി ഉണ്ടെങ്കിൽ ആ കിഡ്നി രോഗിയുടെ കട്ടിലിന്റെ അടുത്ത് പോയിട്ടൊന്ന് ഇരിക്കുക, കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് ചോദിക്കണം, നിങ്ങളോട് ഡോക്ടർ എത്രയാണ് വെള്ളം കുടിക്കാൻ പറഞ്ഞത് എന്ന് ചോദിക്കണം. ഒന്ന് വെറുതെ ചോദിച്ചു നോക്കാം. നമ്മുടെ കുപ്പിയിലെ മൂടിയില്ലേ, എവിടെ ഉണ്ടെങ്കിൽ കുപ്പി, നമ്മൾ വെള്ളം കുടിക്കുന്ന കുപ്പി, ആ കുപ്പിന്റെ മൂടിയിൽ തൊണ്ട നനക്കാൻ, കേൾക്കണേ, കൈ പൊക്കാത്തോല് കേട്ടോളി, തൊണ്ട നനക്കാൻ വേണ്ടി മാത്രം തരുന്നൊരു സമയമുണ്ട്, മനസ്സിലല്ലേ? അപ്പൊ എനിക്ക് തോന്നും ആ കുപ്പിയിലെ വെള്ളം മുഴുവൻ കിട്ടിയാൽ കുടിക്കാമായിരുന്നു എന്ന്. പക്ഷെ കുടിക്കാൻ കഴിയില്ല. കുടിക്കാൻ പറഞ്ഞ കാലഘട്ടത്തില് നിങ്ങൾ കുടിച്ചില്ല, നിങ്ങൾക്ക് തിരക്കായിരുന്നു, അടുക്കളയിൽ തിരക്ക്, മറ്റു ഏർപ്പാടുകൾ, പൈസ ഉണ്ടാക്കണം, ഓട്ടപ്പാച്ചിലുകൾ. നമ്മളെക്കുറിച്ച് നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് എന്തുണ്ടായി, നമ്മൾ രോഗിയായി മാറി. ആ രോഗിയായി മാറിയപ്പോ തൊണ്ട നനക്കാൻ മാത്രം കുപ്പിമൂടിയിൽ വെള്ളം കുടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറി. ഈ ക്യാമ്പോട് കൂടി നമ്മൾ ഇന്നൊരു തീരുമാനം എടുക്കാൻ, ആദ്യം നമ്മൾ തീരുമാനം എടുത്തു, ഒരു കാരണവശാലും ഡോക്ടറെ കാണിക്കാതെ നമ്മൾ ഒരു മരുന്ന് പോലും കുടിക്കില്ല. പച്ചക്കറികൾ നമ്മൾ അടുക്കളയിൽ അരമണിക്കൂർ എങ്കിലും ചുടുവെള്ളം ഉപയോഗിച്ച് കഴുകിയതിനു ശേഷമേ ഏത് പച്ചക്കറികളും നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഉപയോഗിക്കും. ഇത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കണേന്ന് ഞാൻ അങ്ങനെ പറയണില്ല. കാരണം നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട നിങ്ങൾ ഉണ്ടാക്കിയ പച്ചക്കറി അതൊരു പക്ഷെ പ്രയാസം ഉണ്ടാവില്ല. അല്ലാത്ത വരുന്നതൊക്കെ. 3ാമത്തെ തീരുമാനം, 2.5 ലിറ്റർ വെള്ളം ഇന്നു മുതൽ നമ്മൾ കുടിച്ചിരിക്കണം. പറയണം, മക്കളോടൊക്കെ പറയണം, കുടിക്കണം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അനിവാര്യമായ സാധന. ഒരുവിധ രോഗങ്ങളൊക്കെ മാറും. ഇത്ര വലിയ മരുന്ന് വേറെ ലോകത്തില്ല. ഒരു കുഴപ്പമില്ലാതെ കിണറിൽ നമുക്ക് കിട്ടുന്ന സുന്ദരമായ വെള്ളം, അത് കുടിച്ചാൽ മതി. അത് തന്നെ മതി മനുഷ്യന്. രാവിലെ എഴുന്നേറ്റ് മുതൽ ഒരു കോപ്പ വെള്ളം